ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും അങ്ങനെയുള്ള ഒരു കാര്യമല്ല, നമ്മൾ വീട്ടിലെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യണ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 കർപ്പൂരമാണ്. അപ്പോൾ ആ കർപ്പൂരത്തിലോട്ട് കുറച്ച് വൈറ്റ് വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റും. ഇത് നമ്മളൊരു ലിക്വിഡായിട്ടൊരു സൊല്യൂഷനായിട്ട് എടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എപ്പോഴും മേശപ്പുറത്ത് എപ്പോഴും ഇങ്ങനെ അഴുക്കൊക്കെ കാണത്തില്ലേ, അതൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാനും ഈച്ചകൾ ചെറിയ ചെറിയ പാറ്റകളൊക്കെ വന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണേ. ഇതിന് മാത്രമല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു സൊല്യൂഷൻ. നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാനും അങ്ങനെ എന്താ പറയുക, നമ്മുടെ പാചകം ക്ലീൻ ചെയ്തെടുക്കാം, ഗ്യാസിൻ്റെ സ്റ്റൗ അങ്ങനെ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇത് ഡയലൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇരുന്ന് ലൂസായിട്ട് നമുക്കതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മളെ ഒരു ലോറിയലിൻ്റെ ഒരു സിറത്തിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്കിതുപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്റ്റഡി റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എപ്പോഴും ചോക്ലേറ്റിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഒരു തുണി, എന്തെങ്കിലും ഒരു നല്ലൊരു തുണിയിലിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1-2 വട്ടം നമ്മൾ ദിവസം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രാണികളോ പാറ്റകളോ ഒന്നും വന്നിരിക്കില്ല. അതുപോലെ തന്നെ ലാപ്ടോപ്പും അതുപോലെ പ്രിൻ്ററൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മീതെ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ അതൊന്നും പ്രാണികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിരിക്കില്ല. നല്ല ക്ലീനായിട്ട് തന്നെ കിടന്നോളും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, അടുത്തൊരിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മേശയൊക്കെ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിൾ. അപ്പോൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വല്ലാത്ത തുടച്ചതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഡൈനിങ് ടേബിളിൽ നിൽക്കും. അപ്പോൾ ആ കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട് പേസ്റ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലായതുകൊണ്ട് ഈച്ചകളൊന്നും വന്നിരിക്കില്ല. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ടേബിളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കബോർഡൊക്കെ, കുട്ടികളുടെ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കുന്ന ആ കബോർഡും കാര്യങ്ങളെല്ലാം എപ്പോഴും പാറ്റയും എപ്പോഴും പൊടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പാറ്റകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമുക്ക് തളിച്ച് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് മിററൊക്കെ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത് അവിടെയെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടികൾ പോവുകയും ചെയ്യും. ഈ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് നമുക്ക് ഈച്ചകളും പ്രാണികളും ഒന്നും വന്നിരിക്കില്ല കേട്ടോ. അതുപോലെ പല്ലികളും വരത്തില്ല. നല്ലൊരു സ്മെല്ലാണ് ഇതിന് കർപ്പൂരം ഉള്ളതുകൊണ്ട്. അതുപോലെ ഗ്ലാസ്സുകളിൽ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലിക്വിഡായിട്ട് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. ലെമണിൻ്റെ ഒരു ഡിഷ് വാഷാണ്. പിന്നെ അടുത്തത് ഈ ഡെറ്റോൾ എടുക്കണം. ലെമണിൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു ഡെറ്റോളാണിത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അത് നമുക്കിതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിലെ മഞ്ഞക്കറയൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ്. ക്ലോസറ്റിലെ മഞ്ഞക്കറ, പിന്നെ അതുപോലെ വാഷ് ബേസിലൊക്കെ പിടിച്ചിരിക്കണം മഞ്ഞക്കറ, ഭിത്തിയിലായിട്ട് മെയിൻ മഞ്ഞക്കറ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ എപ്പോഴും കുട്ടികൾ യൂസ് ചെയ്യണ ബാത്റൂമാണിത്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമ്മളിങ്ങനെ പോകാറില്ല ഇവിടെ. പക്ഷേങ്കിൽ എന്നാലും അത്യാവശ്യം നല്ല കറയൊക്കെ ഉണ്ട് ബാത്റൂമിൽ. ഇത് കണ്ടോ, ഈ ഒരു പൈപ്പൊക്കെ മൊത്തം കറ പിടിച്ച് കിടക്കുകയാണ്. കാരണം അത്യാവശ്യം കുറച്ച് പഴയ ബാത്റൂമുകളാണ്. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, കാരണം വെള്ളമൊക്കെ എപ്പോഴും വീണ് ഒരു മൊത്തം ഒരു പാട് പോലെ ആയേക്കാം. പക്ഷെ അങ്ങനെ തുരുമ്പൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഒരു ഇതുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ എപ്പോഴും ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റും എന്തെങ്കിലും എപ്പോഴും കുട്ടികളിങ്ങനെ വൃത്തികേടാക്കിയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾ പെയിൻ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും പെയിൻറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം എപ്പോഴും വാഷ് ബേസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലിക്വിഡ്
രണ്ടാമത് ചെയ്തത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നമ്മളിതിങ്ങനെ ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകുന്നത്. അപ്പോൾ നന്നായിട്ട് അധികം വെള്ളമൊന്നും പിടിക്കണ്ട, നല്ല രീതിയിൽ തന്നെ ഉരച്ച് കഴിഞ്ഞാൽ പൊക്കോളും. പിന്നെ കുറേ നാളായതുകൊണ്ട് തന്നെ അത് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങ് പൊക്കോളും. അപ്പോൾ അതുപോലെ ചെറിയ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിടവിലൊക്കെ ഇട്ട് കഴുകണേ. നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ അഴുക്കും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോയിക്കോളും. ആ സൈഡ് ഭാഗത്തെ അഴുക്കെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ബ്രഷ്, ഇങ്ങനത്തെ ബ്രഷ് എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ബ്രഷൊക്കെ കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു പഴയ ബ്രഷാണ്. അപ്പോൾ ആ ഒരു ബ്രഷാണെങ്കിൽ നമുക്ക് ചെറിയ വിടവിലൊക്കെ അഴുക്കണമെങ്കിൽ നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യമൊക്കെ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കറയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിളക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വേറൊരു ലിക്വിഡും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ കുറച്ച് സോപ്പ് പൊടിയും, അതുപോലെ നമ്മൾ ആദ്യം കർപ്പൂരവും പേസ്റ്റും കൂടി തയ്യാറാക്കിയ ആ ഒരു ലൈനിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഭിത്തിയുടെ മഞ്ഞക്കറ ഉണ്ടല്ലോ, നമ്മൾ കുളിച്ചിട്ടൊക്കെ വെള്ളം തെറിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു മഞ്ഞക്കറ, അതൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റേ ലെമണിൻ്റെ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഒഴിച്ചിട്ട് കുറച്ച് വൈറ്റ് വെനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളൊരു സ്ക്രബ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സോപ്പ് പൊടിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീനും ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഭിത്തിയിൽ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്ക്രബ് വെച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അത് എവിടേക്കാണോ അഴുക്കുള്ളത് അവിടെ അങ്ങ് ഉരച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഓവറായിട്ട് അഴുക്കൊന്നുമില്ല. പിന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ള അതൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ട്. പിന്നെ മാറാമ്പലയുടെ കൂടുതലും പൊടികൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടൊന്നും സോപ്പ് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനായിട്ട് കിട്ടി. അപ്പോൾ ഭിത്തിയെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ബാത്റൂമിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം. നല്ലതാണ്. കാരണം കുട്ടികളൊക്കെ യൂറിൻ പാസേജ് എങ്ങനെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ തെറിച്ച് പോകുമ്പോൾ നമുക്കൊരു ബാത്റൂമിൽ എപ്പോഴും മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലിടയ്ക്ക് നിൽക്കും, കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ രാത്രിയൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോൾ നമുക്ക് ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുപോലെ കുട്ടികളൊക്കെ മീനൊക്കെ കൂട്ടിക്കഴിഞ്ഞ് വാഷ് ബേസിനെല്ലൊക്കെ നല്ല ഒരു ചെറിയൊരു സ്മെല്ല് എപ്പോഴും ഫീൽ ചെയ്ത് നിൽക്കില്ലേ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെറിയൊരു മാസ്ക് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് ഇത്. നമുക്ക് നമ്മുടെ ക്ലോസറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിനകത്തേക്ക് 3 കർപ്പൂരം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങ 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കെട്ടിയിട്ട് ഒരു നല്ലൊരു ഈ ഒരു ഷേപ്പിൽ തന്നെ നല്ല രീതിയിൽ കെട്ടിയിട്ട് നമുക്കത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ആ പൊക്കത്തെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 1 വീക്കോളം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിടന്നോളും. അപ്പോൾ ഫ്ലഷ് അടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. കാരണം നമ്മൾ എത്ര ഈ ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നമുക്കൊരു ബാത്റൂമിൽ നിന്നൊരു ബാഡ് സ്മെല്ല് വരത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തൊന്നും മേടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരാഴ്ചത്തോളം ഇതുപോലെ നല്ല സ്മെല്ല് ബാത്റൂമിൽ നിൽക്കും. അതുപോലെ വാഷ് ബേസിനിലാണെങ്കിലും ക്ലോസറ്റിലാണെങ്കിലും ഇതിൻ്റെ ലിക്വിഡൊക്കെ തളിച്ചു കൊടുക്കണം, നല്ലതാണ്. ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളൊന്നും വരില്ല. അതുപോലെ തന്നെ അഴുക്ക് സ്മെല്ലുകളൊക്കെ മാറിക്കിട്ടും നമ്മുടെ ബാത്റൂമിൽ. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത ആ ലിക്വിഡ് വെച്ചിട്ട് ആ ഒരു തുരുമ്പും അഴുക്കൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, അഴുക്കെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളമൊക്കെ വീണതിൻ്റെ ഒരു തുരുമ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണ്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രാണിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ വരില്ലേ. അപ്പോൾ അതുപോലെ ഈ കർപ്പൂരത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട്
ഇതുപോലെ ഇങ്ങനെ തളിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പാറ്റയും പ്രാണികളോ ഈച്ചകളോ ഒന്നും വരില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുപ്പൊക്കെ വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിതുപോലെ ഒന്ന് എപ്പോഴും നമ്മുടെ പാചകവും അതുപോലെ നമ്മുടെ സ്റ്റൗ എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ തുടച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ ചെറിയ ചെറിയ പാറ്റകളൊന്നും വരില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും. പിന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മൾ മീനൊക്കെ മുറിച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയൊക്കെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വാഷ് ബേസിൻ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ലടക്കി അടിയിൽ നിന്ന് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ മീനൊക്കെ വെട്ടിക്കതിന് ശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഴയ മാവ്, അതായത് 2 ദിവസം പഴക്കമുള്ള പുളിച്ച മാവൊക്കെ ഫ്രിഡ്ജിൽ കാണില്ലേ, അപ്പോൾ അതൊന്നും കളയാതെ അത് ഒരു ദോശയ്ക്കുള്ള മാവ് നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ ബ്ലോക്കും കാര്യങ്ങളെല്ലാം മാറാനും അതുപോലെ ആ വാഷ് ബേസിൻ്റെ അത്രയും ഭാഗം നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടാനും ബാഡ് സ്മെല്ല് പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കരടകളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ അലിച്ചങ്ങ് പൊക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം.